ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കിടിലൻ പലഹാരം ഉണ്ടാക്കാം. മുട്ടയും പഴവും വീട്ടിലുണ്ടെങ്കിൽ ഇനി ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവരിതിന് പറയുന്നത് പഴം മുട്ട അട എന്നാണ് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഹെൽത്തി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 ഏത്തപ്പഴവും ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം നല്ല പഴുത്ത പഴമായിരിക്കും നല്ലത്. നമുക്ക് ഏത് ടൈപ്പ് പഴമായാലും എടുക്കാം. ഇച്ചിരി പഴുത്ത പഴമാകുമ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ 2 ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണമെന്ന്. ഇവിടെ ഞാൻ ഈ ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അങ്ങനെ ഞാൻ എടുത്ത 4 മുട്ടയും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഏലക്ക ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എങ്കിൽ നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനൊരു 2-3 ടീസ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. പെട്ടെന്ന് ആ പഞ്ചസാരയ്ക്ക് ഒന്ന് അരിത്ത് കിട്ടും. ഇനി നമുക്ക് പഴം നമുക്കൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു പാനിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യിൽ നമുക്ക് ആദ്യം കിസ്മിസും കാഷ്നട്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ നെയ്യിൽ തന്നെ നമുക്ക് ആ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പഴുത്ത പഴമൊക്കെ നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും കഴിക്കാനൊക്കെ. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിൽ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നതാണ്. നമുക്കിതിൽ 1 കപ്പ് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൽ തന്നെ ഞാൻ ഒരു 1.5-2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ മധുരം കാണും. അന്നേരം നമ്മൾ 1 സ്പൂണൊക്കെ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. പഴമൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ആ പാനിൽ തന്നെയാണ് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ട നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു പകുതി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഏത്തപ്പഴം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണമേ. എന്നിട്ട് എല്ലാ ഭാഗത്തൊന്ന് നിരത്തി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എല്ലാം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ച ആ മുട്ടയും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമ്മൾ ഫ്രൈ പാൻ ഒന്ന് പരപ്പ് കുറഞ്ഞ ഫ്രൈ പാനിൽ നമ്മളിത് ചെയ്യുന്നെങ്കിൽ നല്ല കട്ടിക്ക് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു തവയുടെ മുകളിൽ വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കിസ്മിസും നട്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുടി കൊണ്ട് മൂടി കൊടുക്കുന്നുണ്ട്.
ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി, കുറേ നേരം ഇരുന്നാൽ കരിഞ്ഞു പോകും. അതായത് ഇതൊന്നും ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് വേണം ഇതൊന്ന് മറിച്ചിടാൻ. ഇതാ ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ടിത് കുക്കായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയുമാണ്. നമ്മളിതിൽ ഓയിലൊന്നും ചേരുന്നില്ല. കുട്ടികൾക്കും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്.